ഹായ്, എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ ഒരു വലിയൊരു താങ്ക്സ് പറയുകയാണ്. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പുറകെ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു, ഒരു അഖിലിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ചിലവിൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ മലയാളികൾ പൊളിയാണെന്നും കേരളം എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ. സത്യത്തിൽ അത് എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ആ വീഡിയോയിലും അതിൻ്റെ ഒരു വീഡിയോയുടെ വിജയവും കാണുമ്പോൾ തന്നെ അതിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം ഒരു 50 ലക്ഷത്തോളം രൂപ ആ ഒരു യുവാവിൻ്റെ ചിലവിന് വേണ്ടി, അതായത് ആ ഒരു ചികിത്സാ ചിലവിന് വേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അത് ഒരു 3-4 ദിവസം കൂടെ, അതായത് 1-ാം തീയതിയാണ് ആ ഒരു കാര്യം നമ്മൾ പറയുന്നതും. അതിൻ്റേതായ കുറച്ച് അതിനു മുമ്പ് തന്നെ അതിൻ്റെ ഫണ്ട് കളക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും 1-ാം തീയതിയാണ് അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തത്. അത് ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ ആ തുക നമുക്ക് മുഴുവനും സ്വരൂപിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് നിലവിൽ. അത് എന്തുകൊണ്ട് നമുക്കപ്പോൾ ആ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മുടെ മലയാളികൾ പൊളിയാണെന്നും കേരളം ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നുള്ളതും. അതുമാത്രമല്ല, നിലവിൽ എന്താ പറയുക, നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും തമ്മിലടിക്കാറുണ്ട്. എന്താ പറയുക, ഒരു ചെറിയ കാര്യങ്ങൾക്കായിരിക്കും ചിലപ്പോൾ തമ്മിലടിക്കാറ്. അതായത് ഈ പലപ്പോഴും എന്താ പറയുക, മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലൊക്കെ നമ്മൾ പലപ്പോഴും തമ്മിലടിക്കാറുണ്ട്. എങ്കിലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമുക്ക് എന്താ പറയുക, ഒന്നിച്ച് നിൽക്കേണ്ടതായൊരു സാഹചര്യം വരുമ്പോൾ നമ്മളൊരു ഒറ്റക്കെട്ടാണ് എപ്പോഴും. ആ ഒരു ഐക്യം നമ്മുടേതായ ആ ഐക്യത്തെ പലപ്പോഴും ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ടായിരുന്നാലും മതപരമായിട്ടായിരുന്നാലും നമ്മൾ ആ ഒരു ഐക്യം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ മലയാളികൾക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം നമ്മുടെ ലോകത്തിന് മുമ്പ് നമുക്ക് തലയെടുപ്പോടി നിൽക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റേതായ ഒരു നന്ദി നിങ്ങളോട് അർപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റൊരു കുഞ്ഞിൻ്റെ, അതായത് ഒരു 2.5 വയസ്സുകാരനായ റയാൻ എന്ന ഒരു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായിട്ടുള്ളൊരു ഫണ്ടിൻ്റെ കളക്ഷൻ നിലവിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു പകുതിയോളം ഒരു 45 ലക്ഷം രൂപയാണ് അതിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു പകുതി, ഒരു 25 ലക്ഷത്തിനകത്ത് ഇപ്പോൾ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന തുകയാണ് നിലവിൽ ആവശ്യം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ കുഞ്ഞിൻ്റെ ജീവിതം കൂടി നമുക്കൊന്ന് തിരികെ കൊടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കാര്യം ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കാം, ഒപ്പം ആ കുടുംബത്തിന് ആ കുഞ്ഞിനെയും തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു വലിയ തുകയൊന്നും വേണ്ട. നിലവിൽ നമ്മൾ 3-3.5 കോടിയോളം മലയാളീസ് ഉണ്ട്. 1 രൂപ വീതം ഇട്ടാൽ തന്നെ 3.5 കോടി എന്ന പറയുന്ന തുക നമുക്ക് നിസ്സാരമായിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു 45 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നിലവിൽ നമ്മളൊരു വലിയ തുകയൊന്നും വേണ്ട, 50 രൂപ പോലും വേണ്ട. സത്യം പറഞ്ഞാൽ ഒരു 5-10 രൂപ എന്ന രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ ചെറിയ തുകയാകുമ്പോൾ നമുക്കത് ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നൊരു കാര്യവുമല്ല. ഒരു 5 രൂപയോ 10 രൂപയോ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കതൊരു വലിയ എമൗണ്ടായിട്ട് വരില്ല. എന്നാൽ 100-500 എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു തുകയുമാവും. എന്നാൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല. സത്യത്തിൽ നമ്മൾ ഇത്രയധികം ജനസംഖ്യ കിടക്കുകയാണ്. ഒരു 1 രൂപ വീതം ഇട്ടാൽ തന്നെയും അതൊരു വലിയൊരു കാര്യമായി മാറും. ഒരു വലിയ എമൗണ്ട് ആക്കിയെടുക്കാൻ അധിക സമയം വേണ്ട നിലവിലെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്നൊരു തുക, അതിപ്പോൾ 5 രൂപയോ 10 രൂപയോ എന്ന നിരക്ക് തന്നെ ധാരാളമാണ്. ആ കുഞ്ഞിൻ്റെ ചിലവിന് വേണ്ടി ഷെയർ ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ നമുക്കൊരു ജീവിതം കൂടി തിരികെ നൽകാൻ സാധിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ നന്ദി കരയറ്റുകയാണ്. അഖിലിൻ്റെ ചികിത്സാ ചിലവിന് വേണ്ട തുക എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു. വരുന്ന 15-ാം തീയതി ആ സുഹൃത്തിൻ്റെ ചികിത്സ നിലവിൽ അമൃത ആശുപത്രിയിൽ ആരംഭിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. എല്ലാ വിധത്തിലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയും തുടർന്ന് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ളൊരു കൈത്താങ്ങ്, ഒരു കരുതലും ഒരു സഹായത്തിനായി ഞങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. 11 മാസം പ്രായമുള്ളപ്പോഴാണ് റയാന് ക്യാൻസർ എന്ന രോഗം പിടിപെടുന്നത്. ഇപ്പോൾ ഇവൻ്റെ പ്രായം വെറും 4.5 വയസ്സ് മാത്രം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
ക്യാൻസർ എന്ന ഈ മഹാമാരി ഉണ്ടാക്കുന്ന വേദനകളും യാതനകളും കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാനാവാത്തതാണ്. അപ്പോൾ ഈ കുഞ്ഞനുഭവിക്കുന്ന കാര്യം പറഞ്ഞറിയിക്കണ്ടല്ലോ. മച്ച മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഈ കുഞ്ഞു ജീവൻ രക്ഷിക്കാനുള്ള ഏക വഴി. അതിനായി കണ്ടെത്തേണ്ടുന്നതാണെങ്കിൽ 45 ലക്ഷം രൂപയും. ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ട് നമുക്കിപ്പോൾ 24 ലക്ഷം രൂപ കണ്ടെത്താനായിട്ടുണ്ട്. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 21 ലക്ഷം രൂപയാണ് നമ്മളുടെ മുന്നിലുള്ള വെല്ലുവിളി. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്ക് ഈ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഇടയിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവരിലേക്ക് എത്തുന്നത് വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.